നെരിപ്പോടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് നെരിപ്പോട് എന്നറിയാത്തവർ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. ഞാൻ എന്താണ് നെരിപ്പോട് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പലപ്പോഴും ധൈര്യത്തോടുകൂടെ പ്രസംഗിച്ചവരെയും അത്ഭുതങ്ങൾ ചെയ്തവരെയും പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതിയവരെയൊക്കെയാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറ്. നമ്മൾ അങ്ങനെ പലരുടെയും ഫാൻസാണ്. എന്നാൽ അവരുടെയൊക്കെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച പ്രശസ്തി അന്വേഷിക്കാതെ വളരെ ശാന്തവും വിശ്വസ്തവുമായ സ്വാധീനം ചെലുത്തിയ ചിലരൊക്കെ ഉണ്ടായിരുന്നു. തീ ആളിക്കത്തുന്ന തീപ്പന്തങ്ങൾ പോലെയല്ല, എന്നാൽ എരിഞ്ഞെരിഞ്ഞ് ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന ചില നെരിപ്പോടുകൾ പോലെ. അത്തരത്തിലുള്ള ഒരാളാണ് ബർണബാസ് പ്രോത്സാഹനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയും പ്രശസ്തി തേടാതെ ദൈവത്തെ സേവിക്കുന്നതിൻ്റെ സൗന്ദര്യവും കാണിച്ചു തന്ന ഒരു മനുഷ്യൻ. ബർണബാസിൻ്റെ യഥാർത്ഥ പേര് യോസഫ് എന്നാണ്. അദ്ദേഹം കുപ്രോസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ദ്വീപിൽ നിന്നുള്ള ഒരു ലേവ്യനാണ്. എന്നാൽ അപ്പോസ്തലന്മാർ അവൻ്റെ പേരൊന്ന് മാറ്റി അവൻ്റെ പേര് ബർണബാസ് എന്നാക്കി. അർത്ഥം പ്രോത്സാഹനപുത്രൻ. അതൊരു വിശേഷണം മാത്രമല്ലായിരുന്നു, അത് അവൻ്റെ ജീവിത ശൈലി കൂടെയായിരുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ അവനെപ്പറ്റി വായിക്കുമ്പോഴൊക്കെ സഭയെ ശക്തിപ്പെടുത്തുന്നവനായി, മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുന്നവനായി, വാതിലുകൾ തുറന്നു കൊടുക്കുന്നവനായി നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരുപാട് പേര് തങ്ങളുടെ നിലങ്ങൾ, സ്ഥലങ്ങളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ആ കൊടുത്തവരിൽ 3 പേരുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 പേരുടെ പേര് എഴുതിയിരിക്കുന്നത് ചത്തുപോയവരുടെ കണക്കിലാണ്. ആ സംഭവം നിങ്ങൾക്കറിയാലോ, അന്യാസും സഫീറയും. എന്നാൽ ബർണബാസിൻ്റെ പേര് കൊടുത്തവരുടെ ലിസ്റ്റിൽ ആദ്യം തന്നെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൊടുക്കുമ്പോൾ അതിൽ ഒരാളുടെ പേര് എടുത്തു നിൽക്കണമെങ്കിൽ ബർണബാസ് കൊടുത്തത് എടുത്തറിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗൽ ക്രിസ്തുവിലേക്ക് വരുന്ന സംഭവമൊക്കെ കഴിഞ്ഞിട്ട് വിശ്വാസികൾക്ക് പലരും അവനെ പേടിയായിരുന്നു, അവനെ ഭയപ്പെട്ടു, അവൻ്റെ മാറ്റത്തെക്കുറിച്ച് സംശയിച്ചു. എന്നാൽ ബർണബാസ് മുമ്പോട്ട് വന്നു, ശൗലിനെ പിടിച്ച് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോസ്തലന്മാർ ആ വാക്ക് കേട്ടു. ബർണബാസ് ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവർ അത് അനുസരിച്ചു. അവർക്ക് ഭയമുണ്ടായിട്ടും അവരതനുസരിച്ചു. അദ്ദേഹത്തിൻ്റെ സഭയിലെ സ്ഥാനവും ബഹുമാനവും കാണാതെ പോകരുത്. ബർണബാസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് പൗലോസ് എന്നറിയപ്പെട്ട ശൗൽ സഭയിൽ അംഗീകരിക്കപ്പെടാതെ പോയേനെ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ ഒരു ഉണർവ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ പോകാൻ, ഒരു ഉണർവിനെ ഹാൻഡിൽ ചെയ്യാൻ അപ്പോസ്തലന്മാർ അയച്ച ഒരു അഭിഷിക്തനാണ് ബർണബാസ്. ഹി വാസ് വിത്ത് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫെയ്ത്ത്. എന്നാൽ അവൻ അപ്പോഴും തനിച്ച് ആളാവാൻ നോക്കിയില്ല കേട്ടോ. തർസോസിൽ പോയി പൗലോസിനെ കണ്ടെത്തി അവൻ അന്ത്യോക്യയിലോട്ട് കൊണ്ടുവന്നു. അവർ 2 പേരും കൂടെ ചേർന്ന് 1 വർഷത്തോളം സഭയെ പഠിപ്പിച്ചു. അവിടെയാണ് വിശ്വാസികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. വലിയൊരു ഉണർവ് അവിടെ നടന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന സംഭവത്തിൽ, ഒരു മുടന്തൻ്റെ സൗഖ്യം നടക്കുന്ന സംഭവത്തിൽ അവിടെ പ്രസംഗിച്ചതും സൗഖ്യമാക്കിയതും ഒക്കെ പൗലോസാണ്. എന്നാൽ ജനം അവരെ വിളിച്ച ദേവന്മാരുടെ പേരുകളൊന്ന് ശ്രദ്ധിക്കണേ. പൗലോസിനെ ഹെർമിസ് എന്നും അല്ലെങ്കിൽ ബുധൻ എന്നും, ബർണബാസിനെ സിയൂസ് അല്ലെങ്കിൽ ഇന്ദ്രൻ എന്നുമാണ് വിളിക്കുന്നത്. ഹെർമിസ് ഒരു സന്ദേശവാഹകനായ ദേവനാണ്. എന്നാൽ സിയൂസ് അങ്ങനെയല്ല, ദേവേന്ദ്രനായ ദേവന്മാരുടെ രാജാവാണ്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം സിയൂസിൻ്റെ മകനാണ് ഹെർമിസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, പൗലോസാണ് പ്രസംഗിച്ചത്, പൗലോസാണ് അത്ഭുതം പ്രവർത്തിച്ചത്. എന്നിട്ടും കണ്ടു നിന്നവർ പൗലോസിനെ മകൻ എന്നും ബർണബാസിനെ അപ്പൻ എന്നും. അപ്പം എന്തായിരിക്കും അവിടെ നടന്നത്? പൗലോസ് പ്രസംഗിക്കുമ്പോൾ പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ബർണബാസിനെ ജനം കണ്ടു. നീ ചെയ്യണം മോനെ എന്ന് പറഞ്ഞ് പൗലോസിനെ എൻകറേജ് ചെയ്യുന്ന, പുഷ് ചെയ്യുന്ന, തള്ളിവിടുന്ന ഒരു ബർണബാസ്. പൊതുവെ ആരും ബർണബാസിനെ വില വയ്ക്കാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. പൗലോസിനോട് അടിയുണ്ടാക്കി പിരിഞ്ഞ സംഭവം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് അതുള്ളത്. നമ്മളെല്ലാവരും പൗലോസിൻ്റെ അതുകൊണ്ട് ആയിരിക്കണം ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാതെ പോകാറ്. ജോൺ മാർക്ക് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ആദ്യത്തെ മിഷൻ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാതെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തിരിച്ചു വന്നു. പൗലോസ് അവനെ വീണ്ടും അടുത്ത മിഷൻ ട്രിപ്പിന് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല, ഇവൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാൽ ബർണബാസ് അവനെ വിട്ടുകളയാൻ തയ്യാറായില്ല. ബർണബാസ് മർക്കോസിനെ കൂട്ടിയിട്ട് തൻ്റെ സ്വദേശത്തേക്ക്, സൈപ്രസിലേക്ക്, കുപ്രോസിലേക്ക് പോയി.
അവിടെ നടന്നത് പിന്നെ എന്താണെന്നുള്ളത് എഴുതിയിട്ടില്ല. എന്നാൽ പൗലോസിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും, മർക്കോസിനെ ശുശ്രൂഷയ്ക്ക് വളരെ ഉപകാരമുള്ളവനാണ്, അവനെ എൻ്റെ കൂടെ വേണം, അവനെയും കൂടെ കൊണ്ടുവരണേ എന്നൊക്കെ തിമോത്തിയോസിനോട് 2 ലേഖനം 4 അധ്യായത്തിൽ പറയുന്നത് കാണാം. സത്യത്തിൽ ബർണബാസ് എന്ത് പറഞ്ഞു കാണണം? എടാ പൗലോസെ, നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിൽ മർക്കോസിനെ ശരിയാക്കിയെടുക്കാനും എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം അല്ലേ. ബർണബാസിൻ്റെ പ്രോത്സാഹനം ഒരു യുവാവിൻ്റെ വിളിയെ പുനരുജ്ജീവിപ്പിച്ചു. ഇറ്റ് ഗേവ് റീബർത്ത് ടു ഹിസ് കോളിംഗ്. പ്രോത്സാഹനം വാതിലുകൾ തുറക്കും. ബർണബാസ് പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് വഴി തുറന്നു കൊടുത്തു. പ്രോത്സാഹകർ മറ്റുള്ളവരുടെ അപകടം കാണുമ്പോൾ അവർ സാധ്യത കാണുന്നവരാണ്. പ്രോത്സാഹനം ഒരു ഉണർവിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്നതാണ്. അന്ത്യോക്യയിൽ ബർണബാസ് പുതിയ പകർച്ചയൊന്നും ചെയ്തില്ല. He just encouraged them and it resulted in a massive spread of the gospel. പ്രോത്സാഹനം വീണവരെ പുനരുദ്ധരിപ്പിക്കുന്നു. മർക്കോസിൻ്റെ കാര്യത്തിൽ പരാജയം ഒരു അവസാനമല്ലെന്ന് ബർണബാസ് തെളിയിച്ചു. നമ്മൾ വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് സാരമില്ലടാ, നീ കയറി വാടാ എന്ന് പറയാൻ ഒരു വാക്കുണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ ഇടയിൽ പലരുടെയും ഭാവിയെ, വിളിയെ, മിനിസ്ട്രിയൊക്കെ ഇന്ന് കത്തി നിൽക്കുന്നതാക്കി തീർത്തേനെ. പ്രോത്സാഹനം പ്രശസ്തി തേടുന്നില്ല. പൗലോസിൻ്റെ ശുശ്രൂഷ തന്നെത്തേതിനേക്കാൾ വളർന്നപ്പോൾ ബർണബാസിനെ ശാന്തമായി പിന്നോട്ട് നിർത്തിയ പ്രോത്സാഹനം. അവൻ മത്സരിക്കുന്നതിന് പകരം ദൈവം ചെയ്യുന്നതിൽ സന്തോഷിച്ചു. പുതിയ നിയമത്തിൽ 13 ലേഖനങ്ങൾ എഴുതിയത് ബർണബാസിൻ്റെ ശിഷ്യനായ പൗലോസാണ്. 2 പുസ്തകങ്ങൾ എഴുതിയത് ലൂക്കോസും 1 പുസ്തകങ്ങൾ എഴുതിയ മർക്കോസും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. എന്നാൽ ആരാണ് എഴുതുന്നത് എന്ന് പോലും മെൻഷൻ ചെയ്യാത്ത ഒരു പുസ്തകം പുതിയ നിയമത്തിലുണ്ട്. പൗലോസ് ആയിരിക്കാം എഴുതിയത് എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. എന്നാൽ ആദിമസഭാ പിതാവായിരുന്ന ടെർട്ടുല്യൻ തൻ്റെ ലേഖനങ്ങൾ കുറിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഇത് ബർണബാസ് ആണ് എഴുതിയതെന്ന്. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ സാമ്യമായ ലിറ്ററേച്ചർ സ്റ്റൈലാണ് എബ്രായ ലേഖനം എന്ന് ആണ് പറയാറ്. അതോ എബ്രായ ലേഖനത്തിൻ്റെ ലിറ്ററേച്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ എഴുത്ത് രീതിയാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾക്കെന്ന് പറയുന്നതാണോ ശരി എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. വായനക്കാർ തീരുമാനിക്കട്ടെ. എല്ലാവർക്കും വേദികളിൽ പ്രസംഗിക്കാനോ വലിയ പ്രസ്ഥാനങ്ങൾ നയിക്കാനോ ഉള്ള വിളി ഉണ്ടാവണമെന്നൊന്നുമില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഒരു പ്രോത്സാഹന വാക്കോ ഒരു ചെറിയ സഹായമോ ഒരാളെ വീണ്ടും ഉയർത്തി നിൽക്കാൻ ഇടയാക്കുന്ന ഒരു അവസരമോ ജീവിതങ്ങളെ മാറ്റാൻ കഴിയും. പ്രോത്സാഹനം ചെറിയൊരു വരം മാത്രമല്ല, ഇറ്റ്സ് സച്ച് എ പവർഫുൾ മിനിസ്ട്രി. ബർണബാസ് സ്വന്തം വേദി പണിതില്ല, മറിച്ച് മറ്റുള്ളവരെ വളർത്തിയെടുത്തു. സഭ വളർന്നത് ശക്തമായ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, ശാന്തമായ പ്രോത്സാഹനങ്ങളിലൂടെയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, എനിക്ക് ചുറ്റും ആർക്കാണ് ഇന്നൊരു ബർണബാസിനെ ആവശ്യം? ആരെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്? ആരെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യേണ്ടത്? നാം ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ, ഒരു ബർണബാസിനെ പോലെ ഒരു പ്രോത്സാഹനത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ, പ്രശസ്തരാവണമെന്നില്ല, പക്ഷെ ബർണബാസിനെ പോലെ നമുക്ക് വിശ്വസ്തരാകാൻ കഴിയും. അത് തന്നെയാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ബർണബാസിനെ പോലെ നമുക്കെല്ലാവരും പ്രോത്സാഹകരായി ശാന്തമായി എരിയുന്ന നെരിപ്പോട് പോലെ തീ കൊണ്ടു നടന്ന് എന്നാൽ ചില തീ പന്തങ്ങളെ കത്തിക്കാൻ അവസരമായി തീരാം. കർത്താവിനെ സേവിച്ചുകൊണ്ട് ഭാവിയെ രൂപപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.